നമസ്കാരം. പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറയുന്നത് വളരെ മികച്ചൊരു ഓപ്ഷനാണ്. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ തലവേദന ഉണ്ടാക്കുന്ന ഒരു പരിപാടിയും ബിസിനസ്സിനകത്ത് ഉണ്ടാവില്ല. കുറച്ചധികം കാര്യങ്ങൾ നിങ്ങൾ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലൊന്ന്, നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഒരു പാർട്ട്ണറിനെ ആഡ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പണം മാത്രം ലക്ഷ്യം വെച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഇൻവെസ്റ്റർ എന്ന് പറയുന്ന രൂപത്തിൽ മാത്രമാണ് നിങ്ങൾ ഒരു പാർട്ട്ണറിനെ അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ ആ പാർട്ട്ണറിനെ ബിസിനസ്സിലേക്ക് ആഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ LLP എഗ്രിമെൻറ്റിനകത്ത് എപ്പോഴും ഒരു LLP തന്നെയായിട്ട് നിങ്ങൾ ഫോം ചെയ്യാനായിട്ട് നോക്കുക. കാരണം ലയബിലിറ്റി ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. LLP ആയിട്ട് നിങ്ങൾ ഫോം ചെയ്യുന്ന സമയത്ത് LLP എഗ്രിമെൻറ്റിനകത്ത് ഒരു പ്രത്യേകം ക്ലോസ് കൊടുക്കുക. ഈ ബിസിനസ്സിൻ്റെ അധികാര പരിധി ആർക്കൊക്കെയാണെന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് പവർ ആർക്കാണെന്നുള്ളത്. എപ്പോഴും ഒരു ബിസിനസ്സിനകത്ത് ഡിസിഷൻസ് എടുക്കേണ്ടത് എക്സ്പേർട്സ് ആയിരിക്കണം. പണം നിക്ഷേപിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ബിസിനസ്സിനകത്ത് ഒരു എക്സ്പേർട്ട്നെസ് ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർ തീരുമാനങ്ങളിൽ ഇൻവോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് വലിയ രീതിയിൽ തന്നെ നെഗറ്റീവായിട്ട് ബിസിനസ്സിനെ ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവരെ എപ്പോഴും ഒരു നോമിനൽ പാർട്ട്ണറാക്കി മാത്രം വെച്ചുകൊണ്ട് ലാഭത്തിൻ്റെ വിഹിതം മാത്രം ഇവർക്ക് അവകാശം വെച്ചുകൊണ്ട് ബാക്കിയുള്ള എല്ലാ റൈറ്റ്സും ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ് എല്ലാം ഇതിൻ്റെ ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സിനെ മാത്രമായിട്ട് വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് വേണ്ടുന്ന പ്രത്യേകം ഒരു ക്ലോസ് നിങ്ങൾ LLP എഗ്രിമെൻറ്റിനകത്ത് നിർബന്ധമായിട്ടും ആഡ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തീരുമാനമെടുക്കുന്ന സമയത്ത് ഈ ഇൻവെസ്റ്റർ കൂടി അതിനകത്ത് ഭാഗമാകും. ഇൻവെസ്റ്റർ പല അഭിപ്രായങ്ങൾ പറയും. ഒരുപക്ഷെ നിങ്ങൾക്കത് പാലിക്കേണ്ടതായിട്ട് വരും. അദ്ദേഹമാണ് പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഈ എഗ്രിമെൻറ്റിനകത്ത് ഈ കാര്യം പ്രത്യേകം നോട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. രണ്ടാമത്തേത്, അടുത്ത സുഹൃത്തുക്കൾ ചേർന്ന്, പ്രത്യേകിച്ച് സമപ്രായക്കാരായിട്ടുള്ള സുഹൃത്തുക്കൾ ചേർന്ന് ഒരു ബിസിനസ് ആരംഭിക്കുന്ന സമയത്തോ അല്ലാന്നുണ്ടെങ്കിൽ സെയിം സ്കില്ലുള്ള ആൾക്കാർ ചേർന്നൊരു ഒരു ബിസിനസ് ആരംഭിക്കുന്ന സമയത്ത്, പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആരംഭിക്കുന്ന സമയത്ത് പ്രത്യേകം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം സുഹൃത്തുക്കളാവുന്ന സമയത്ത് അവിടെ കുറച്ച് അഡ്വാൻറ്റേജസ് ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷേ അതിനോടൊപ്പം തന്നെ കുറേ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്, കുറേ ലിമിറ്റേഷൻസും ഉണ്ടാവും. അതായത് ഒരു സുഹൃത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, കൃത്യമായിട്ട് ബിസിനസ്സിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവനെ തിരുത്താനോ അവനോ വഴക്ക് പറയാനോ അല്ലെങ്കിൽ അവനെ കൊണ്ട് കാര്യം ചെയ്യിപ്പിക്കാനോ ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിക്കാനോ നമുക്ക് കഴിഞ്ഞു എന്ന് വരത്തില്ല. കാരണം മോർ ദാൻ എ പാർട്ട്ണർ ഈസ് മൈ ഫ്രണ്ട്. അവിടെ ഒരു വ്യക്തിബന്ധത്തെ അത് ബാധിക്കരുത്. ഈ കാരണം കൊണ്ട് തന്നെ പലപ്പോഴും സുഹൃത്തുക്കൾക്കിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അതുവഴി ഈ ബിസിനസ് തന്നെ അങ്ങ് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. സോ സുഹൃത്തുക്കൾ ഒരുമിച്ച് ചേർന്ന് ബിസിനസ് ആരംഭിക്കുന്ന സമയത്ത് LLP എഗ്രിമെൻറ്റ് അങ്ങനെ പോയിക്കോട്ടെ, അതിന് പുറമേ നിങ്ങളൊരു എഗ്രിമെൻറ്റ് വെക്കേണ്ടത് അനിവാര്യമാണ്. ഓരോരുത്തവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ എഴുതി തയ്യാറാക്കുക. അത് നിങ്ങൾ രണ്ടുപേരും ഇരുന്ന് എഴുതി തയ്യാറാക്കുന്നതിനേക്കാളും ഒരു തേർഡ് പാർട്ടി, ഒരു മെൻറ്ററെ വെച്ചുകൊണ്ട് അവരുടെ ഉപദേശം വെച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. കാരണം എപ്പോഴും ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റ് നിങ്ങളുടെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിനകത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ തീരുമാനത്തിലെത്താനായിട്ട് കുറച്ചധികം ബുദ്ധിമുട്ടായിരിക്കും. അപ്പം തേർഡ് പാർട്ടിയുടെ അഭിപ്രായം നോക്കിയിട്ട് മാത്രം നിങ്ങൾ ചെയ്യുക, പ്രത്യേകിച്ച് സുഹൃത്തുക്കളാവുന്ന സമയത്ത്. കൂടാതെ ബിസിനസ്സിനകത്ത് ഏതൊരു വലിയ തീരുമാനം എടുക്കുന്നതിന് മുമ്പും എപ്പോഴും ഒരു എക്സ്പേർട്ട് മെൻറ്ററിങ് കൂടി നിങ്ങൾ എടുത്തതിന് ശേഷം മാത്രം, തേർഡ് പാർട്ടി മെൻറ്ററിങ് കൂടി എടുത്തതിന് ശേഷം മാത്രം, പ്രത്യേകിച്ച് ഈ സുഹൃത്തുക്കൾ തമ്മിലുള്ള പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ തീരുമാനമെടുക്കാനായിട്ട് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലിക്റ്റ് വരാനായിട്ടുള്ള സാധ്യത ഏറ്റവും കൂടുതൽ വരുന്നത് സുഹൃത്തുക്കൾ ഒരുമിച്ച് ചേർന്ന് ബിസിനസ് ആരംഭിക്കുന്ന സമയത്തായിരിക്കും. മൂന്നാമത്തേത്, ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആരംഭിക്കുന്ന സമയത്ത് എത്ര പാർട്ട്നേഴ്സ് വെച്ചുകൊണ്ട് ബിസിനസ് ആരംഭിക്കാം? ഇതൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം നമുക്കറിയാം മിനിമം 2 പേരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം അതൊരു പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ഗണത്തിൽ നമുക്ക് പെടുത്താനായിട്ട് കഴിയത്തില്ല. ഒരാളാകുമ്പോൾ പാർട്ട്ണർഷിപ്പ് ആവത്തില്ലല്ലോ. അപ്പം 2 പേര് മിനിമം വേണം. പക്ഷേ ഒരു ആപ്റ്റായിട്ടുള്ള കണ്ടീഷൻ എത്രയാണ്, അല്ലെങ്കിൽ ആപ്റ്റായിട്ടുള്ള നമ്പർ എത്രയാണ്? എപ്പോഴും ഓഡ് നമ്പേഴ്സ് നോക്കാനായിട്ട് നോക്കുക. 3, 5, 7 ഇത്തരത്തിലുള്ള ഓഡ് നമ്പേഴ്സ്. അല്ലാന്നുണ്ടെങ്കിൽ അതൊരു ഡെഡ് ലോക്കിലേക്ക് വരും. ഇപ്പോൾ ഒരു തീരുമാനം എടുക്കുകയാണ്, 6 പേരാണ് ഉള്ളത് ബിസിനസ്സിനകത്ത് പാർട്ട്നേഴ്സായിട്ട്. സോ 3 പേര് അനുകൂലിക്കുന്നു, 3 പേര് അത് അനുകൂലിക്കുന്നില്ല. എന്തായിരിക്കും അവസ്ഥ? എവിടെയും എത്തത്തില്ല. പക്ഷേ 7 നമ്പർ എന്നുണ്ടെങ്കിൽ 3 പേര് അനുകൂലിക്കുന്നു, 3 പേര് അത് പ്രതികൂലിക്കുന്നു, ബാക്കി ഒരാൾ അയാളുടെ തീരുമാനത്തിനനുസരിച്ചിട്ടായിരിക്കും അവിടെ തീരുമാനമെടുക്കേണ്ടത്. അപ്പം ഇത്തരത്തിൽ ഒരു ഓഡ് നമ്പേഴ്സ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. 3 പേരെങ്കിലും വെച്ച് ആരംഭിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 പേര് വെച്ച് പോയാലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെയുള്ള എഗ്രിമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ തമ്മിലുള്ള എഗ്രിമെൻറ്റ്, അത് LLP എഗ്രിമെൻ്റ് ആവാം, അല്ലെങ്കിൽ അതിന് പുറത്ത് വയ്ക്കുന്ന നിങ്ങളുടെ റോൾസും റെസ്പോൺസിബിലിറ്റീസും എല്ലാം ഡിഫൈൻ ചെയ്തിട്ടുള്ള എഗ്രിമെൻ്റ് ആവാം. അടുത്തത്, ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആരംഭിച്ചു, ഇനി അതിനൊരു ട്രേഡ് മാർക്ക് എടുക്കണം. ഈ ട്രേഡ് മാർക്ക് എടുക്കേണ്ടത് ഈ പാർട്ട്ണർഷിപ്പ് ഫേം അല്ലെങ്കിൽ LLPയുടെ പേരിലായിരിക്കണമോ അതോ ഇൻഡിവിജ്വലിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ട്ണറിൻ്റെ പേരിലായിരിക്കണമോ? അതിൻ്റെ ഓണർഷിപ്പ് ആർക്ക് കൊടുക്കണം? ഇതെപ്പോഴും വരുന്നൊരു സംശയമാണ്. നമ്മളൊരു പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ പേരിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓണർഷിപ്പ് പാർട്ട്ണർഷിപ്പ് ഫേമിനായിരിക്കും. ആർക്കും ഇൻഡിവിജ്വലായിട്ട് അവിടെ റൈറ്റ്സ് ഉണ്ടാവില്ല. റൈറ്റ്. ആൻഡ് ഓൾസോ നമ്മൾ നാളെ ഒരു വാല്യൂഷൻ ചെയ്യുന്ന സമയത്ത്
തീർച്ചയായിട്ടും ഈ പറയുന്ന ട്രേഡ് മാർക്കിൻ്റെ വാല്യൂ കൂടി നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാനായിട്ട് കഴിയും. പക്ഷേ ഇൻഡിവിജ്വലിൻ്റെ പേരിൽ ചെയ്യുന്ന സമയത്ത് അത് പോസിബിൾ ആയെന്ന് വരത്തില്ല. ഇനി മറ്റൊന്ന്, ഇൻഡിവിജ്വലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻഡിവിജ്വലിനായിരിക്കും അതിൻ്റെ ഓൺഷിപ്പ് വരുന്നത്. ബാക്കിയുള്ള പാർട്ട്നേഴ്സിന് ഇൻഡിവിജ്വലായിട്ട് ആർക്കും തന്നെ ഇതിൻ്റെ ഓൺഷിപ്പ് കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ഇൻഡിവിജ്വലായിട്ട് ചെയ്യുന്ന സമയത്ത്. ഇനി ചില സാഹചര്യങ്ങളിൽ നമുക്ക് കമ്പനി രജിസ്ട്രേഷൻ ഡിലേ ആവുന്നു, പക്ഷേ നമുക്ക് ആ പേര് പബ്ലിഷ് ചെയ്യണം. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ട്രേഡ് മാർക്കിനെ അപ്ലൈ ചെയ്തിട്ട് ഇതൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണം, ലോക്ക് ചെയ്യണം. എന്ത് ചെയ്യാൻ കഴിയും? വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലിൻ്റെ പേരിൽ നിങ്ങൾക്ക് ട്രേഡ് മാർക്ക് എടുക്കാം, പ്രശ്നമൊന്നുമില്ല. വേറെ പാർട്ട്നേഴ്സ് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, ഈവൻ ഫാമിലി ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും പേടിച്ചു. ഇപ്പോൾ ഹസ്ബൻഡും വൈഫും കൂടി ചേർന്നിട്ടാണ് ബിസിനസ് ആരംഭിക്കുന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ പ്രശ്നങ്ങളൊന്നും വരില്ല എന്നുള്ളൊരു ഒരു രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരിൽ ട്രേഡ് മാർക്ക് എടുത്താൽ മതിയാവും. കമ്പനി ആയി അല്ലെങ്കിൽ LLP ഫോം ചെയ്ത് അതിൻ്റെ ബാക്കി MSME സർട്ടിഫിക്കറ്റ് എല്ലാം കിട്ടി ആയതിന് ശേഷം ഒരു സമയം എടുക്കുന്നുണ്ടാവും. അപ്പം അതിന് ശേഷം ട്രേഡ് മാർക്ക് എടുക്കുക എന്ന് പറയുമ്പോൾ കുറച്ചധികം ഒരു കാലതാമസം വരുന്നുണ്ടാവും. അത് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ഏതെങ്കിലും ഒരാളുടെ പേരിൽ എടുത്താലും പ്രശ്നമില്ല. പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ അസൈൻ ചെയ്യാം. ആ ഇൻഡിവിജ്വലിൻ്റെ പേരിൽ നിന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ഥാപനത്തിൻ്റെ പേരിലേക്ക് അസൈൻ ചെയ്യാനായിട്ട് കഴിയും. അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഒരു പാർട്ട്ണർഷിപ്പ് സ്ഥാപനം ആരംഭിക്കുക. നിങ്ങൾക്ക് LLP ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ, ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പോലുള്ള ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളെ കണക്ട് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടുന്ന എല്ലാ രീതിയിലുള്ള അസിസ്റ്റൻസും ചെയ്തു തരുന്നുണ്ടാവും. മറ്റൊരു വിഷയമായിട്ട് കാണുമ്പോൾ ഒരു സിജുരൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.